അപ്പുറത്ത് പുതിയ ആൾക്കാര് വരണമെന്ന് കേട്ടല്ല, ആര് വരണേ? എനിക്കറിയില്ല, പുതിയ ആൾക്കാരാണെന്ന് പറഞ്ഞത് കേട്ട്. അപ്പുറത്തെ അപ്പൂപ്പന്റെ ബന്ധുവാണ്. ഛേ, അങ്ങേരെ ബന്ധുവാ? അപ്പൊ നീ ബാ ചേട്ടാ, നമുക്ക് അങ്ങേരോടെ ചോദിക്കാം. അപ്പൂപ്പ, നമ്മൾ അറിഞ്ഞ് ഈ കിളവനും തగ్గടിച്ചു തുടങ്ങിയ. തേങ്ങ ഉടച്ചു തുടങ്ങിയില്ല മക്കളെ, പുറകില് കൊറേ കിടക്കണ്. വിനായക, നീ ഇതിന്റെ കീ എവിടെയാടാ കൊണ്ട് കളഞ്ഞത്? നീ എന്റെ തന്നെയാടാ തന്നത്, നിനക്ക് ഉറപ്പാണ്? നിന്റെ ഭാഗത്തല്ലളിയ തെറ്റ്, എന്റെ ഭാഗത്താണ് തെറ്റ്. ഒരു സാധനം പോലും സൂക്ഷിക്കാൻ പറ്റാതെ നിന്റെ ഇത് തന്നത് എന്റെ തെറ്റാണ്. എന്റേത് ഓയിലി സ്കിന്നാളി, അതുകൊണ്ടായിരിക്കും കയ്യിലിരിക്കുന്ന തെന്നിപ്പോകും. സ്കൂള് ഈ ഫെയില്, ത്രോ മാംഗോ, ഫ്യൂച്ചർ കംപ്ലീറ്റ് ഫെയില്. നിങ്ങളുടെ ഇവിടെ ജോലി കിട്ടിയത്? മൈ ഫ്രണ്ട് ശ്യാം റെക്കമെൻഡഡ്. ശ്യാം, യു ബോത്ത് ഗെറ്റ് ഔട്ട്. വീട് സോഹ, ആൾക്കാരൊക്കെ നോക്ക്. റിയൽ ലൈഫിലാ റൊമാൻറ്റിക് അല്ല, റീലിലെങ്കിലും ഒന്ന് റൊമാൻറ്റിക് ആവും സോഹ. എനിക്ക് റൊമാൻറ്റിക് ഒന്നും ആവാൻ അറിയത്തില്ല. നീ എന്നോട് എപ്പോഴും അടി കൂടണോ, എന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്യണോ, ഇങ്ങനെ അടിക്കണോ, എന്റെ മുടിയിലൊക്കെ പിടിച്ച് വലിക്കണോ? മുടിയെ പിടിച്ച് കറങ്ങണമല്ലേ? എന്റെ കാമുകന്റെ കൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? ആ മോനെ, ബഹുമാനപ്പെട്ട അച്ചോ, അവൻ ഇത്തിരി ബഹുമാനം കൂടുതലാ. ആ മോൻ എന്താ ചെയ്യുവാ? ഞാനിപ്പോ എണീച്ചിരിക്കുക. സോഹ, ഇതിൽ ഏറ്റവും കാണാൻ കൊള്ളാവുന്നത് ആരെയാ? ഇതിലേറ്റവും കാണാൻ കൊള്ളാത്ത ഇവിടെയാണല്ലേ മോളെ, ഇതിലേറ്റവും കാണാൻ കൊള്ളാവുന്ന നിന്നെ. എനിക്ക് മാത്രമേ ഉള്ളൂ അത് ബാക്കി എല്ലാ ആമ്പിള്ളേർക്ക് തോന്നുന്നുണ്ടോ? എന്ത്? അല്ല, ഈ കാമുകിയുടെ കൂട്ടുകാരിയും സെറ്റാക്കിയാ മതിയായിരുന്നു. ഇപ്പൊ 33ാമത്തെ ആളാ വീട്ടിൽ കയറി വന്ന് രണ്ടിന്റെ കോഴിത്തരം വിളമ്പുന്നത്. ഈർക്കിലങ്ങോട്ട് എടുത്തിട്ട് നിങ്ങളെ കുഞ്ഞ് എന്റെ വാവല്ലാണ്ട് വരുന്നു. നിങ്ങൾ അമ്മ മരിച്ചു പോയപ്പോ നിങ്ങൾക്ക് അമ്മയുടെ ഒരു വാത്സല്യം വേണോന്ന് എനിക്ക് തോന്നി. യോ, കേരളത്തിൽ ഇത്ര അമ്മമാരുടെ വാത്സല്യം ഞങ്ങൾക്ക് വേണ്ട. ഇനി അച്ഛൻ പെമ്പിള്ളാരുടെ പിറകെ പോവില്ല, ആന്റിമാരുടെ പൊക്കോട്ടെ. കാമുകിയെ സന്തോഷിപ്പിക്കാനായി സിംഹക്കൂട്ടിൽ കയറി യുവാവിന് ദാരുണാന്ത്യം. കാമുകിക്ക് ഏതായാലും സന്തോഷമായി കാണുമെന്ന് ഉറപ്പിക്കാം. അർജു റോസ്റ്റർ യൂട്യൂബർ ആണ്. ഞാൻ തന്നെയാണ്. എന്റെ നല്ല ഫോട്ടോ, സൂപ്പർ. ഇവൻ യൂട്യൂബ് ഒക്കെ തുടങ്ങിയ സമയത്ത് 1-2 വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ. പിന്നെ ഒരു വൃത്തികെട്ട സാധനമെന്ന് കണ്ടപ്പോ ഞാൻ അന്നേ നിർത്തി. ഇപ്പൊ അത് പൂർണ്ണമായി. ഞാൻ അന്നേ നിർത്തിയെങ്കിൽ പിന്നെ താൻ എന്തിനാണോ ഇപ്പോഴും എന്റെ വീഡിയോ ഇരുന്ന് കാണുന്നത്? സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ ഷോസ് ഒക്കെ? എന്നാ നിങ്ങളുടെ ഷോ എങ്ങനെയാ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കില്ല. ഇത് എന്നെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ എപ്പിസോഡുകളൊക്കെ എങ്ങനെ പോകും? അത് നിങ്ങളല്ലേ പറയണ്ടേ? ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഷൂട്ടൊക്കെ എങ്ങനെ പോകുന്നു, കറക്റ്റ് ആയിട്ട് ക്യാമറ ഒക്കെ എത്തുന്നുണ്ടോ, ലൈറ്റ് ഒക്കെ ഓൺ ആവുന്നുണ്ടോ? അത് ഞങ്ങളോടല്ല, ഡയറക്ടറോട് ചോദിക്കും. ഇത് എന്ത് ചില ഗിവ് ഒക്കെ ചെയ്തിട്ട് ആളെയാണ് ഇപ്പൊ ട്രോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആളെയാണ് ട്രോൾ ആയിട്ടുള്ളത് താൻ പറയുന്നത്. ഓക്കെ, എന്തുവാകട്ടെ നോക്കാം. അർജു, എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് അയാളെ ട്രോളാന്? എന്ത് യോഗ്യത? എനിക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് പുള്ളി ആദ്യം ചോദിക്കുന്നത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ഇയാളെ കൊണ്ട് കാണിക്കണമല്ലോ. ഒരാളെ ട്രോൾ ചെയ്യുന്നതിന് മുന്നേ ഞാനിങ്ങനെ എനിക്ക് ഇന്നയൊക്കെ യോഗ്യതയുണ്ട്, ഞാൻ ഇയാളെ ട്രോൾ ചെയ്യട്ടെ എന്ന് ഞാനിങ്ങനെ എഴുതി മറ്റേ ഗവൺമെൻറ് സീലും വെച്ച് ഞാൻ ഇങ്ങനെ അടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ എനിക്ക് യോഗ്യത ഇയാളെ തരും. സ്ത്രീകൾ, കുട്ടികൾ എന്നിങ്ങനെയുള്ളവർ വീഡിയോ കാണണ്ട. പ്രത്യേകിച്ചും മനസ്സിന് കട്ടിച്ചിരി കുറവുള്ളവർ കാണുകയേ വേണ്ട. കാരണം ഇത് ഗ്രീൻ ഹൗസിന്റെ ഒരു വീഡിയോ അല്ല കേട്ടോ. ഗ്രീൻ ഹൗസിനെ വെച്ചുകൊണ്ട് മുതലാക്കാൻ നോക്കിയ ചില ഊള ടീംസിനെ നമ്മളൊന്ന് എന്നെ അതിനകത്ത് അങ്ങ് കൊന്നു നീ. എന്നാൽ ഈ വീഡിയോ സ്ത്രീകളും കുട്ടികളും കാണരുതെന്ന് പറയുന്നതിനോട് യാതൊരു അഭിപ്രായമില്ല. കാരണം എന്താ പറയുക, സ്ത്രീകളും കുട്ടികളും ഒരേ സ്വരത്തിൽ ഇവനെ ഊക്കുന്നുണ്ട്. പിന്നെ ഒരു മനുഷ്യത്വം നിറഞ്ഞ ഒരാളെ ഞാൻ കാണുന്നത് അയാളെയാണ്. അയ്യോ, ഈശ്വരന് സ്തുതി. നമുക്കൊന്നും മനുഷ്യത്വം ഇല്ല, ക്ഷമിക്കണം. പക്കായിട്ട് പറയാം. നീ റോസ്റ്റ് അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്. ഇത് തന്നില്ല എന്നെ.
എടാ ഞാൻ എന്താ ഇയാളുടെ വീട്ടുകാരാരേലും അങ്ങേര് ഗിവ് അവേ കൊടുത്തെന്ന് വല്ലതും ഞാൻ പറഞ്ഞു. കേരളത്തിൽ വലിയൊരു ദുരന്തമാണ് വയനാട് ഉണ്ടായത്. അന്നേരം അയാളുടെ വണ്ടി അയാളെ രക്ഷാപ്രവർത്തനത്തിന് കൊടുത്തു. നീ എന്താണ് കൊടുത്തത്? നീ നിന്റെ വീട്ടിൽ പാളയെങ്കിൽ കൊടുത്തിട്ടുണ്ടാ? നീ എന്താണ് കൊടുത്തത്? നീ നിന്റെ വീട്ടിൽ പാളയെങ്കിൽ കൊടുത്തിട്ടുണ്ടാ? നീ ഞാൻ എന്ത് തേങ്ങയാണ് പാളയാണ് കൊടുത്തതെന്നൊക്കെയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ്, നമ്മൾ കൊടുത്തതിന്റെ കണക്കൊക്കെ ഇങ്ങനെ ബോധിപ്പിക്കണോ? അല്ല, ബോധിപ്പിക്കണമെങ്കിൽ ഞാൻ ബോധിപ്പിക്കാം. ഞാൻ ആ വീഡിയോക്കകത്ത് സ്പാർക്ക് വന്നില്ല എന്ന് പറയുന്നത് നീ കാണിക്കുന്നത് നിനക്കൊരു കോപ്പ് ഞാൻ തരത്തില്ല. അല്ലെ നീ ഒന്ന് വെറുതെ ശരിക്കും ഞാൻ അതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വീഡിയോക്കകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട് ചിലപ്പോൾ വന്ന് കാണുമെന്ന്. അന്വേഷണം വെറുതെ അല്ല വിളിക്കുന്നത്, പ്രശ്നങ്ങൾ മണത്തറിയാനുള്ള ശക്തിയുണ്ട്. ചിലപ്പോൾ സ്പാർക്ക് വന്ന് കാണും, ആർക്കറിയാം. തൊട്ടാനും പിടിച്ചതിനും എല്ലാത്തിനും പ്രശ്നം. എന്നാൽ വീഡിയോ ഫുള്ള് കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഇതുപോലെ റൂമിലിരുന്ന് കൊണയടിക്കുന്നതല്ല, റൂമിനകത്തിരുന്ന് കൊണയടിക്കുന്നത് നിന്നോട് ആരാ പറഞ്ഞത്? ആ വീഡിയോക്കകത്ത് തന്നെ ഞാൻ റൂമിന് വെളിയിൽ ഇറങ്ങി കൊണയടിക്കുന്നത്. ഇതുവരെ ആരും ഇടാത്ത ഒരു പേര് ഒരു ആൺകുഞ്ഞിനിടാൻ പോവുകയാണ്. അരുത്, നാശത്തിലേക്കാണ് നിന്റെ ക്രിയാറ്റിൻ അടിച്ചിട്ടാണ് ഇവർക്ക് ഇത്ര ക്രിയേറ്റിവിറ്റി കിട്ടുന്നത്. ശൂന്യൻ. വാവ്, വാട്ട് എ സിനിസ്മാറ്റിക് നെയിം. ദിസ് കുഡ് ബി എ റിയൽ ഗുഡ് നെയിം. ശൂന്യതയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അവൻ ശൂന്യൻ എന്ന് പേരിട്ടത്. അത് അവന്റെ തലയിൽ ശൂന്യമായത് കൊണ്ടാണോ? അതറിയില്ല. സൽമാനെ ഇങ്ങനെ വിഷമിക്കാതെ, നിന്റെ മുഞ്ചത്ത് ഏതോ ഒരുത്തൻ്റെ കൂടെ ഉണ്ട്, ഏതോ ഒരു വീട്ടിൽ ഉണ്ട്. കൊച്ചിലെ വലിയ ആൾക്കാർ ഗൾഫിൽ പോയി പെണ്ണെട്ടെന്നാണ്ട് ഗൾഫിൽ പോയതാ. ഇപ്പൊ വന്നപ്പോ കൊച്ചുള്ളവര് പെണ്ണെട്ടി നടക്കുന്നു. അല്ലേലും ഇതൊക്കെ പ്രസവ ജീവിതത്തിൽ ഉള്ളതാക്കാം. ആര് പ്രസവിച്ചു? ഒരു കൊച്ചു നിന്റെയൊക്കെ ഫോണിലോട്ട് വിളിച്ചാൽ മര്യാദക്ക് സംസാരിക്കാൻ നടക്കുന്ന അറിയത്തില്ലടാ. മര്യാദ കുറച്ച് കുറവാ സാറേ. ഞാൻ ഈ ട്രാക്കിയിട്ട് 3-4 വെട്ടി പിരിത്തിട്ടുണ്ട്. സാക്ഷി പറയാൻ പോലും ഒരുത്തനും വന്നിട്ടില്ല, ഇനി വരത്തുമില്ല. അതായി മണി. ഓ നീ സാക്ഷി അറിയില്ലടാ. അങ്ങനെ എന്നെ കൊണ്ടുണ്ടാക്കാൻ സാറ് വിചാരിക്കേണ്ട. വിചാരിച്ചു മണി വരില്ല സാറേ, കൊണ്ടുവേണ്ടി വരും. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറിന് എങ്ങനെയാടാ? എനിക്ക് എന്റെ യൂട്യൂബില് കാസർഗോഡ് നിന്ന് കുറച്ച് ലൈക്ക് കുറവാണ്. അപ്പൊ നീ ഒന്ന് പറഞ്ഞേ. ചാനൽ കണ്ടിട്ട് ലൈക്ക് ആക്കണോ, സബ്സ്ക്രൈബ് ആക്കണോ, പിന്നെ ഷെയറും ആക്കണോ, പിന്നെ ബെല്ലില്ല അത് കുത്തണം. ഇത് എന്നെ ആക്കണ പോലെ ഉണ്ടായിരുന്നു എനിക്ക്. സെറ്റാക്ക് പവർ